എന്താണ് മക്കളെ നമ്മളെ കാൺമത്? നമ്മുടെ സോദരർ തന്നെയാണു ഇവർ. കാമവെറി പൂണ്ട് നാടാകെ പാഞ്ഞിടും കുഞ്ഞല്ല പെങ്ങളല്ലമ്മയെന്ന് തിരിച്ചറിവില്ലാത്ത ലോകമേ, നിൻ മക്കൾക്കിതെന്തു പറ്റി? പെൺകുഞ്ഞുങ്ങളെ അച്ഛനെ ഏൽപ്പിച്ചാൽ അമ്മ മാറുന്ന നേരത്ത് പോലും എല്ലാ അച്ഛന്മാരുമല്ല കേട്ടോ. സഹോദരിയെ സോദരനെ ഏൽപ്പിച്ചാൽ സോദരനും കൂട്ടരും കൂടിയും വയ്യാതെ കിടക്കുന്ന അമ്മൂമ്മയെപ്പോലും വെറുതെ വിടില്ല ഈ കോമാളികൾ. ജോലി സ്ഥലത്ത് പോകുന്ന വഴികളിൽ, ബസ് സ്റ്റോപ്പിൽ, എന്തിന് സ്വന്തം വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ലല്ലോ നമ്മൾ. അച്ഛനെന്നോർത്ത് കെട്ടിപ്പിടിച്ചാൽ കുടിയനാ അച്ഛൻ പെരുമാറുന്നതോർത്താൽ ആ നിമിഷത്തിൽ ഞാൻ ഭൂമി പിളർന്നു പോയാൽ മതിയെന്ന തോന്നലായി. തൻ പിതാവിൻ കൈവിരലുകൾ മേനിയങ്ങു പുൽകിയപ്പോൾ, കുതറി മാറാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ അച്ഛൻ കൊല്ലുമെന്നോട് ഭീഷണിയായി. എത്ര നാൾ പീഡനം തുടർന്നതറിയില്ല. മിണ്ടാട്ടമില്ലെനിക്കാരോടുമേ. ബസ്സിലാണേൽ പോലും മുട്ടലുരുമ്പലും കൈകൾ വരുന്ന വഴി അറിയില്ലല്ലോ. പീഡനം പീഡനം സർവത്ര പീഡനം, എല്ലാമിടത്തുണ്ട് കഴുകന്റെ കണ്ണുകൾ. മക്കളെ നോക്കുമോ, അമ്മയെ നോക്കുമോ, ഞാൻ എന്നെ തന്നെ നോക്കുമോ ദൈവമേ? പെണ്ണായി പിറന്നത് കൊണ്ടാണോ ഞാൻ ഇന്നീ ജന്മത്തെ അങ്ങ് ശപിക്കുന്നത്? രൗദ്രഭാവം തന്നെ വീണ്ടെടുത്ത് കൊല്ലും കൊലയുമായി അറുമാദിക്കും ഞാൻ. വീടില്ല ഒരൊറ്റ എണ്ണത്തിനെ വെട്ടി അരിഞ്ഞു നുറുക്കി ഞാൻ ദുഃഖം തീർത്തിടും ഈ പാരിടത്തിൽ. പിന്നെ വരുന്ന കാര്യങ്ങളെല്ലാം മുറ പോലെ വന്നിടട്ടെ. നീതിപീഠമേ, നിങ്ങളൊന്ന് കണ്ണു തുറക്കുക. സത്യമായിട്ടും ഒരൊറ്റ എണ്ണത്തിന് വധശിക്ഷ കൊടുത്താൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. ഇത്തിരിയില്ലാത്ത കുഞ്ഞിനോടാണോ എന്തിനും നിന്റെ പരാക്രമങ്ങൾ? അമ്മമാരോടൊന്നു ചൊല്ലിടട്ടെ, നമ്മൾക്ക് രക്ഷകർ നമ്മൾ തന്നെ. വാളും പരിചയമെടുത്തിടൂ നീ, സംഹാര താണ്ഡവമാടിടൂ നീ. കരയാനും പിരിയാനും ഉള്ള സമയമല്ല, പ്രതികരിക്കുക സോദരിമാരേ.